തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം ധാരണ വന്നിരിക്കുകയാണ് കേരളം ഇപ്പോൾ ആര് പിടിക്കുമെന്നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് KM ഷാജഹാനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെണ്ണൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ വിജയം കൈവരിക്കുന്ന, വിജയം എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ എന്നാൽ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഒരുപടി മുന്നിലേക്ക് കയറാൻ BJPക്ക് സാധിച്ചു. LDFനെ സംബന്ധിച്ച് LDF പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ താഴെ പോകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. UDF ആണെങ്കിലും ഒരു അത്ഭുതകരമായ ഒരു വിജയം എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ കഠിനമായ പരിശ്രമത്തിന്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. LDFന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അതായത് അവരുടെ ഓവർ കോൺഫിഡൻസ് ആണോ ഈ ഒരു തോൽവി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? അതായത് LDFന് ഉണ്ടായ വിജയം അവരുടെ ഓവർ കോൺഫിഡൻസ് അല്ല. LDF കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് അടിത്തട്ടിലുള്ള ജനങ്ങൾ വളരെ കൃത്യതയോടുകൂടി വിലയിരുത്തിയിരിക്കുന്നു. ഞാൻ അടിത്തട്ടിലുള്ള ജനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ആ അടിത്തട്ടിലുള്ള ജനങ്ങളെ അങ്ങനെ ചിന്തിപ്പിച്ചത് കോൺഗ്രസും UDF ആണ് എന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. അടിത്തട്ടിലുള്ള ജനങ്ങളും കോൺഗ്രസിന്റെ അണികളും സ്വമേധയാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായിട്ട് വോട്ട് ചെയ്യും. അതാണ് എന്റെ പോയിന്റ്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, സാധാരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ, അവരുടെ മുന്നണികൾ, അവർ നടത്തുന്ന പ്രചരണം അതിനനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ, പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ LDFന്റെ ട്രാപ്പിനകത്ത് വീണു പോവുകയാണ് ചെയ്തത്. ഇപ്പൊ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പിന്നെ പ്രചരണം നടക്കുന്ന സമയത്ത് ശബരിമല കൊള്ളയിൽ നിന്ന് വിഷയം ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇവിടുത്തെ LDF കൊണ്ടുവന്നത്. ആ കുരുക്കിനകത്ത് വീഴുകയാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ചെയ്തത്. തീർച്ചയായിട്ടും ആ കോൺഗ്രസിന്റെ കുരുക്കിനകത്ത് വീഴുകയാണ് K മുരളീധരൻ ചെയ്തത്. ആ കോൺഗ്രസിന്റെ കുരുക്കിനകത്ത് വീഴുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് VD സതീശൻ പറഞ്ഞ എന്താ? VD സതീശൻ പറഞ്ഞു, ഞാൻ ആൾക്കൂട്ടം പറയുന്നതനുസരിച്ചൊന്നും ഞാൻ തീരുമാനിക്കില്ല, ജനങ്ങൾ ഇളകി വന്നാലും തിരയടിച്ചു വന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന് കൂടുതൽ ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് VD സതീശൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി UDFന്റെ നേതാക്കന്മാർ പോലും LDFന്റെ കുരുക്കിനകത്ത് പോയി വീണിട്ട് പോലും ആ കുരുക്കിൽ വീഴാതെ കോൺഗ്രസിന്റെ അണികളും ജനങ്ങളും വളരെ അവധാനതയോടുകൂടി, വളരെ വിവേചന ബുദ്ധിയോടുകൂടി ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താ? 5 or 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ 2010 KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആയിരുന്ന ആ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത്. അന്ന് ഏതാണ്ട് ഒരു 65-70% സീറ്റിൽ അന്ന് UDF ജയിച്ചു. അതിനു മുമ്പും അതിന് പിമ്പും UDF ജയിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ 15 വർഷക്കാലമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷം, അതായത് സമഗ്രാധിപത്യമായിരുന്നു LDF. തീർച്ചയായിട്ടും അവർ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വികസന പദ്ധതികൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് അവര് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ജനപ്രതിനിധികൾ നിരന്തരം ജനങ്ങളുമായിട്ട് ഇടപഴകുന്നു. അപ്പൊ സ്വാഭാവികമായും 2010 ശേഷമുള്ള കാലഘട്ടം പരിശോധിച്ചാൽ പോലും 3 ടേമിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾക്ക് ജനങ്ങളുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ 15 വർഷമായിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് LDF. ആ അഡ്വാൻറ്റേജ് നിലനിൽക്കെയാണ് താഴെത്തട്ടിലെ ജനങ്ങളും കോൺഗ്രസിന്റെ അണികളും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി നടത്തിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി മുഖമടച്ച് അടി LDFന് കൊടുത്തിരിക്കുന്നത്, പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോ എടുത്തു നോക്കൂ, നിങ്ങളിപ്പോ എല്ലാ തട്ടും എടുത്തു നോക്കൂ, ഇപ്പൊ കോർപ്പറേഷൻ എടുത്തു നോക്കൂ. കോർപ്പറേഷനില് 4 ഇടത്താണ് UDF കയറി വന്നിരിക്കുന്നത്. ആകെ കോഴിക്കോട് മാത്രമാണ്. ഇനി തിരുവനന്തപുരത്ത് നിങ്ങൾ നോക്കൂ. തിരുവനന്തപുരത്ത് LDFന് 52 സീറ്റ് ഉണ്ടായിരുന്നു 2020. അത് 29 കുറഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? BJPക്ക് 15 കൂടി, UDFന് 20 10-20 കൂടി.
അപ്പം ഇവിടെ CPM വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. 52-ൽ നിന്ന് 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ടൊരു പിന്നെ പകുതിയോളം 23 സീറ്റാണ് ഇവിടെ അവരുടെ കുറഞ്ഞിരിക്കുന്നത്. അപ്പം വലിയ തിരിച്ചടി കോർപ്പറേഷന്റെ മേഖല കൊടുത്തിരിക്കുന്നു. ഇനി ജില്ലാ പഞ്ചായത്ത് നിങ്ങൾ നോക്കിയേ, ജില്ലാ പഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാല് ജില്ലാ പഞ്ചായത്തില് പിന്നെ 7 സ്ഥലത്താണ് അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. 7 സ്ഥലത്ത് തോറ്റു. കഴിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് കൊണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം എല്ലാ തട്ടിലും വിജയം. ഇനി ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ നോക്കി എന്താ കാണാൻ കഴിയുന്നത്? ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് 30-35% സ്ഥലത്ത് മാത്രമാണ് UDF പിന്നെ ഗ്രാമപഞ്ചായത്തിനെ കണക്ക് ഞാൻ പറഞ്ഞുതരാം നമുക്ക്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് 2020 LDF 514 ഗ്രാമപഞ്ചായത്തുകൾ അവർ ജയിച്ചിരുന്നു. അത് ഇപ്പൊ 349 കുറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം 165 ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ആ നിലയിൽ സമഗ്രമായിട്ടുള്ള ഒരു വിജയം ജനങ്ങളും കോൺഗ്രസ് അണികളും കൂടി പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് പറയുന്നത് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങള്, പ്രാദേശികമായിട്ടുള്ള ജനകീയമായിട്ടുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങള്, ഇതൊക്കെ വെച്ചിട്ട് അത് പ്രാദേശിക തലത്തിൽ തീരുമാനിക്കപ്പെടുന്നതാണ്. അതിനെ സംസ്ഥാന വിഷയങ്ങളൊന്നുമായി നിങ്ങൾ ബന്ധപ്പെടണ്ട എന്നാണല്ലോ നമ്മൾ പൊതുവിൽ പറയാം. അതെ, ഈ ഒരു തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഘടകമാകുമെന്നുള്ളത് സംശയമാണ് എന്നായിരുന്നു പല CPM പ്രവർത്തകരും പറഞ്ഞിരുന്നത്. എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നെഞ്ചേറ്റിയത് സംസ്ഥാനതല വിഷയങ്ങളായിരുന്നു എന്നുള്ളതിന്റെ സുവ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ശബരിമല കൊള്ള പോലുള്ള വിഷയങ്ങൾ, ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പോലും പിന്നെ സർക്കാരിനെതിരായിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങള്, പിണറായി വിജയന്റെ തെറ്റായിട്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനതല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനതല പിന്നെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പും ഇതിനേക്കാൾ ഭീകരമായി സംസ്ഥാനതല വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വരികയും അത് UDF അനുകൂലമാകും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. അതായത് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു പതിറ്റാണ്ട് നീണ്ടുനിന്ന ഭരണം ഏതാണ്ട് അവസാനിച്ചു എന്നതിന്റെ സമഗ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ഫലമാണ് സംസ്ഥാന തലത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ക്ലിയറായി. കോർപ്പറേഷന്റെ ഫലമാണ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്, എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയറായി. അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അവസാനം ഫലത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ വികാരം പിണറായി വിജയന്റെ സർക്കാരിനും പിണറായി വിജയന്റെ പാർട്ടിക്കും എതിരാണെന്ന് സമഗ്രമായി തന്നെ ജനങ്ങൾ ഈ 5 തട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ആ വിജയത്തിൽ സാധാരണ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അതെ, കാരണം കഠിനമായ പരിശ്രമങ്ങളൊന്നും ഇല്ലാതെ തന്നെ വിജയം കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത്. അതിനേക്കാൾ പ്രധാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല കൊള്ള പോലൊരു സുപ്രധാന വിഷയം ഉണ്ടായിട്ട് പോലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് എന്താ? രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമായി പോകും എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത്. പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ പോഞ്ഞ കൊള്ളി പുറത്ത് അവനെ കാൽക്കാശിന് കൊള്ളില്ലെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ കുറിച്ചിട്ടാണ് VD സതീശൻ പറഞ്ഞത്. അപ്പം തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് CPMന്റെ കുരുക്കിൽപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടും ആ കുരുക്ക് കോൺഗ്രസ് അണികളും ജനങ്ങളും തിരിച്ചറിഞ്ഞു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനം. അതായത് നേതാക്കന്മാരെ പ്രസക്തമല്ല, നേതാക്കന്മാർ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ജനങ്ങള് ശരിയുടെ കൂടെ നിൽക്കും എന്നുള്ള വലിയൊരു സൂചനയും കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ ഇനി സ്വസ്ഥമായി തായ്ക്കണ്ടി തറവാട്ടിൽ പോയി കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം എന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പിണറായി വിജയൻ ലജ്ജ ഉളുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 2 മാസം കൂടി നമുക്ക് അയാളെ താങ്ങേണ്ടി വരും. ആ 2-3 മാസം കൂടി നമുക്ക് താങ്ങുക എന്ന് മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാനുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.
അതെ, പക്ഷേ ഇപ്പോഴും BJP-യുടെ വളർച്ച നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം BJP ആണെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവരും മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ. അല്ല, BJP യഥാർത്ഥത്തിൽ BJP മുന്നേറി എന്നൊരു അഭിപ്രായത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല്, BJP-ക്ക് ആകപ്പാടെ കിട്ടിയതായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത്. അതെ. മുനിസിപ്പാലിറ്റി 2 കൂടുതൽ കിട്ടി, കോർപ്പറേഷൻ 1 കിട്ടി. പഞ്ചായത്ത് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് കാണുന്നത്, പഞ്ചായത്ത് നോക്കിയിട്ടാണ് 7 പഞ്ചായത്താണ് അവർക്ക് ആകപ്പാടെ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അവർ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിരുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് BJP-യുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ് എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. അവർക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ കഴിഞ്ഞു എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമേ ഉള്ളൂ. തൃശ്ശൂരിലൊക്കെ വലിയ തിരിച്ചടിയല്ലേ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റി അവസാനം ആരാണ് ജയിച്ചതെന്ന് എനിക്കറിയില്ല. അവരാണോ ജയിച്ചില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗ്രാമപഞ്ചായത്ത് തലത്തിലൊന്നും BJP-ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇതിൽ നിന്നൊക്കെ മൊത്തമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമഗ്രമായ ഒരു UDF മുന്നേറ്റം നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതെ, പക്ഷേ സമഗ്രമായ UDF മുന്നേറ്റം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ UDF-ന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ നേതാക്കന്മാരുടെ കഴിവ് കൊണ്ടൊന്നും ഉണ്ടായതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതൊരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഇതേ ഫലം തന്നെ ആയിരിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത്? കേരളത്തിന്റെ കാറ്റ് വീശുന്നത് ഈ പറയുന്നത് പോലെ UDF-ലേക്ക് തന്നെ ആയിരിക്കുമോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും? അല്ല, ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ കൃത്യമായി അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മുന്നണിയുടെ നേതാക്കന്മാര് കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, ആ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ മുന്നണിയുടെ നേതാക്കന്മാർക്ക് വലിയ അഭിവാദ്യങ്ങൾ കിട്ടുന്നു. അതൊക്കെ നമ്മൾ സ്ഥിരമായി കാണാറുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അത് തന്റെ വിജയമാണെന്ന് പറഞ്ഞു വരാൻ UDF-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കൊന്നും കഴിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ മെയിൻ സ്ട്രീമിലേക്കും ഒരു അജണ്ടയായിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഠിനമായി പ്രവർത്തിച്ച ഒരാളായിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ. അയാളാണ് ഈ പറഞ്ഞതുപോലെ ശബരിമല കൊള്ളയിലേക്കും ഗവൺമെന്റ് അഴിമതിയിലേക്കൊക്കെ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ശ്രമിച്ചൊരു നേതാവായാളാണെന്നാണ്. അതെ, തുടക്കം മുതലേ തന്നെ സർക്കാരിനെതിരെയുള്ള എല്ലാ വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ എല്ലാം തുറന്നു കാണിക്കാൻ ശ്രമിച്ചിരുന്നത് രമേശ് ചെന്നിത്തല എന്നൊരു നേതാവ് മാത്രമായിരുന്നു. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് 2 ദിവസം മുമ്പാണ് ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ സംബന്ധിച്ച് SIT-ക്ക് അയാൾ മൊഴി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത് സെൻട്രൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. അതെ, തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. നിങ്ങളുടെ നേതൃത്വവും നിങ്ങളുടെ പ്രചരണവും ഇല്ലെങ്കിലും നിങ്ങളുടെ അണികളും ജനങ്ങളും ശരിക്കു വേണ്ടി നിൽക്കും എന്നുള്ളത് അവർക്കൊരു പാഠമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അവര് ഈ CPM-ന്റെ കെണിയിൽ പോയി വീഴാതെ തമ്മിത്തല്ല് നിർത്തി അവര് പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ CPM എന്ന് പറഞ്ഞാൽ ഈ സാധനത്തെ തൂത്തെറിയാൻ പറ്റും കേരളത്തിൽ നിന്നാണ് എന്റെ അഭിപ്രായം. 10 സീറ്റിലേക്ക് അവരെ ഒതുക്കാൻ പറ്റുമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം 15 വർഷമായിട്ട് ഉണ്ടായിരുന്ന അവരുടെ സമഗ്രാധിപത്യമാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പോലും ഇല്ലാതാക്കിയത്. അതെ, പക്ഷേ ഇപ്പോഴും CPM-ന്റെ ചില ക്യാപ്സ്യൂളുകൾ പുറത്തു വരുന്നതനുസരിച്ച് EVM മെഷീനിൽ പോലും ക്രമക്കേട് നടന്നിട്ടുണ്ട്, കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ പോലും പുറത്തു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറയുന്നതിൽ അത്ര ലോജിക്കില്ലെങ്കിലും ഞാൻ പറഞ്ഞത് അതൊന്നും നിങ്ങളുടെ ഒരു ചോദ്യം പോലും ആകാൻ പാടില്ലായിരുന്നു. കാരണം EVM-ലുള്ള ക്രമക്കേട് നടത്തുന്നവരാരാ? ഒന്നുകിൽ BJP. അതിന് കഴിയുന്നത് കാരണം അവരാണല്ലോ ഭരണത്തിലുള്ളത്. അപ്പോ EVM-ൽ ക്രമക്കേട് നടത്താൻ ഒന്നുകിൽ BJP-ക്ക് കഴിയാം, അല്ലെങ്കിൽ LDF-ന് കഴിയും. കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടി EVM-ൽ ക്രമക്കേട് നടത്തി എന്ന് പറയുന്ന കാപ്സ്യൂളുകാരനൊക്കെ അവന്റെയൊക്കെ കൂടെ ജീവിക്കേണ്ടി വരുന്നു നമുക്ക് എന്നുള്ളത് നമ്മുടെ ഒരു ഗതികേട് എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അതെ, തീർച്ചയായിട്ടും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ, അപ്പൊ അത് എല്ലാ ജനങ്ങൾക്കും അറിയാം. ജനങ്ങളാണ് വലുത് എന്നുള്ള ഒരു മെസ്സേജും കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം നമുക്ക് പൊതുവിൽ ഒരു ഇതുണ്ട്, അതായത് ജനങ്ങള് കൊള്ളില്ല, ജനങ്ങള് പിണറായി ജയിപ്പിച്ചില്ലേ 2021. അപ്പൊ ജനങ്ങളെ ഒന്നും കൊള്ളൂല്ലോ കേട്ടോ.
ജനങ്ങൾ ഇനിയും പിണറായി ജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജനങ്ങളെ വല്ലാതെ രീതിയിൽ പുച്ഛിക്കല്ലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ പുച്ഛിക്കേണ്ടവരല്ല ജനങ്ങൾ. ജനങ്ങൾ വിവേചന ബുദ്ധിയുള്ളവരാണ്. അവർക്ക് ശരി ഏതാണ് തെറ്റേതാണെന്നുള്ളത് അറിയാം. പിണറായി നന്മയാണോ തിന്മയാണോ എന്ന് അവർക്കറിയാം. അവർക്ക് രാഷ്ട്രീയ വിഷയങ്ങളുടെ മുൻഗണന തീരുമാനിക്കാനുള്ള പിന്നെ വിവേചന ബുദ്ധിയും ബോധവും ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് അറിയാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. UDF സമഗ്രമായി വിജയം നൽകിയതിൽ CPM-ന്റെ താഴെത്തട്ടിലുള്ള അണികൾക്കും വലിയ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ കാണും. തീർച്ചയായിട്ടും അവരും വലിയ തോതിൽ UDF വോട്ട് ചെയ്തത് കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. CPM-ന്റെ അണികൾക്ക് പിണറായി വിജയനോടുള്ള വിരോധം, CPM-ന്റെ നേതൃത്വത്തോടുള്ള വിരോധം, അതും അവര് ഈ തെരഞ്ഞെടുപ്പിൽ തീർത്തിട്ടുണ്ട് എന്നുകൂടി നമ്മൾ കാണും. അതെ, ഏതായാലും പിണറായി 3.0 വരുമെന്നുള്ള ചില CPM നേതാക്കളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തിനേറ്റ ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പുറത്തു വന്ന ഫലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ചർച്ചകൾക്ക് നമുക്ക് വീണ്ടും കാണാം. ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്ക് യു, നന്ദി.